വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് വേണമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്കാണ് ഈ പ്രഭാതം നയിക്കുന്നത്. പറയൂ ബൽറാം, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SKN. ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയങ്ങൾ സംയുക്തമായാണ് തുടർ നടപടികൾ ആലോചിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇന്നലെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ജമ്മു കശ്മീർ സന്ദർശിച്ച് വിവിധ സേനാ മേധാവികളുമായി ചർച്ച നടത്തിയിരുന്നു. നോർത്തേൺ കമാൻഡ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ സച്ചീന്ദ്രകുമാറുമായി അദ്ദേഹം ചർച്ച നടത്തി. ഈ ചർച്ചകളിൽ പ്രധാനമായും ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലം അവലോകനം ചെയ്തിട്ടുണ്ട്. ഈ അവലോകനത്തിൽ സൈന്യത്തിന്റെ ഒരു നിഗമനം എന്നുള്ളത് സൈന്യത്തിനും പോലീസിനുമെതിരെ തുടർച്ചയായി ഭീകരവാദികൾ കഴിഞ്ഞ വർഷങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ സേനാ വിഭാഗങ്ങൾ സജ്ജമായിട്ടുണ്ട്. അടുത്തിടെ ഒന്നും തന്നെ അത്തരത്തിൽ ആക്രമിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പാടെ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ നിരായുധരായ ആളുകളെ, സാധാരണക്കാരെ ലക്ഷ്യം വെക്കുകയായിരുന്നു ഭീകരവാദികൾ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ജമ്മു കശ്മീരിലെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ വെച്ചും എന്നുമാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജമ്മു കശ്മീരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എല്ലാം തന്നെ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു കേന്ദ്രങ്ങളുടെ എല്ലാം പ്രത്യേകത അത് കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലടക്കം വലിയ സേനാ വിന്യാസം കഴിഞ്ഞ 5 വർഷമായി ജമ്മു കശ്മീരിൽ ഉണ്ട്. അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുന്നു. സൈനികരെ പുനർവിന്യസിക്കുന്ന കാര്യം പരിഗണനയിലുണ്ട്. ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം സേനാ വിന്യാസം സാധ്യമാക്കും. കുന്നിൻ മുകളിൽ കൂടുതൽ അഡ്വാൻറ്റേജ് ലഭിക്കുന്ന തരത്തിൽ സേനാ വിന്യാസം പുനഃക്രമീകരിക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പരിശോധനകൾ ഉണ്ടാകും. ഈ വിന്യാസവും യാഥാർത്ഥ്യമാക്കും ഉടൻ തന്നെ എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഒപ്പം തന്നെയാണ് പാകിസ്ഥാന്റെ തുടർ നീക്കങ്ങൾ എന്ത് എന്നുള്ളത് സജീവമായി തന്നെ ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികൾ നിരീക്ഷിക്കുകയാണ്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ നയതന്ത്ര തലത്തിലുള്ള നടപടികൾ ആരംഭിച്ച ഉടൻ തന്നെ പാകിസ്ഥാൻ സൈനിക തലത്തിൽ തങ്ങളുടെ വിന്യാസം ഈ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. ഈ മേഖലയിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയും നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ സേനാ വിന്യാസം ശക്തമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ സൈനികരെ അതിർത്തി മേഖലയിൽ വിന്യസിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ബാക്കിയുള്ളത് ഇനി പാകിസ്ഥാന് നൽകുന്ന അല്ലെങ്കിൽ ഈ ഭീകരവാദികൾക്ക് നൽകുന്ന തുടർ നടപടി എന്ത് എന്നുള്ളതാണ്. അത് ഏത് തലത്തിൽ വേണമെന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്നലത്തെ ഈ കരസേനാ മേധാവിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ നടപ്പാക്കിയ ശേഷം മാത്രമായിരിക്കും ഇക്കാര്യങ്ങൾ പുറത്തുവിടുക. അതാണ് കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും ഈ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെയും ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെയും ഉണ്ടായ തുടർ നടപടികൾ. മിന്നലാക്രമണവും ബലാക്കോട്ടിലെ വ്യോമാക്രമണവും ഇത് രണ്ടും നടപ്പാക്കിയ ശേഷമാണ് പുറത്തറിഞ്ഞത്. സമാനമായി തന്നെ ഒരു നടപടി ഈ വിഷയത്തിലും ഉണ്ടാകുമെന്നാണ് സേനാവൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന. SKN ാണ് ശ്രീനഗർ എന്ന വിവരങ്ങൾ നൽകിയത്. നമുക്കറിയുന്നത് പോലെ ചില ഇന്റലിജൻസ് ഫെയിലർ ഉണ്ടായോ എന്ന ചോദ്യങ്ങൾ പല ഭാഗത്തുനിന്നും ഉയരുന്ന വേളയിലാണ് ഈ പഹൽഗാം പോലെയുള്ള തീവ്രവാദി ആക്രമണം നടന്ന സ്ഥലത്ത് വേണ്ടത്ര സൈനിക വിന്യാസം ഉണ്ടായില്ല എന്ന വാർത്തകൾ വരുമ്പോഴാണ് ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് എല്ലാ സ്ഥലത്തും നടത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി നമുക്ക് വിവരം ലഭിക്കുന്നത്.